ഫെബ്രുവരി 28, 2026, അതായത് ഇന്ന്. സമയം ഇന്ത്യൻ സമയം രാവിലെ 11:15. പടിഞ്ഞാറൻ ടെഹ്റാനിൽ 2 ബോംബ് സ്ഫോടനങ്ങൾ. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹൌറി പ്രദേശത്തും നിരവധി മിസൈലുകൾ പതിച്ചതായി വാർത്താ ഏജൻസി. സമയം ഉച്ചയ്ക്ക് 12:30. ഇസ്രായേൽ സൈന്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പൗരന്മാരോട് ഷെൽട്ടറുകളിൽ തുടരാൻ ആവശ്യപ്പെട്ടു. സമയം ഉച്ചയ്ക്ക് 12:38. ഇറാനിലെ ടെഹ്റാൻ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം. കെർമൻഷാ, ലോറസ്താൻ, തബ്രീസ്, ഇഫ്സഹാൻ, കരാജ് എന്നീ നഗരങ്ങളിലും സ്ഫോടനങ്ങൾ. ഉച്ചയ്ക്ക് 1:05. ഇറാൻ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നതായി സൈനിക ഉദ്യോഗസ്ഥർ. തിരിച്ചടി ശക്തമായിരിക്കുമെന്നും മുന്നറിയിപ്പ്. സമയം ഉച്ചയ്ക്ക് 1:20. പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന. ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപനം. സൈനിക നടപടി കുറച്ചു ദിവസങ്ങൾ കൂടി തുടരുമെന്നും അറിയിപ്പ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ട്രംപ്. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണമെന്ന് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ ലയൺസ് റോർ എന്നു പേര്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30. ലെബനനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം. ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ എഖ്ലിം അൽ തുഫ മേഖലയിലാണ് ആക്രമണം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:50. ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചു. ഇസ്രായേലിൽ വ്യാപക സൈറൺ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:15. വടക്കൻ ഇസ്രായേലിൽ സ്ഫോടനങ്ങൾ. ഇറാനിയൻ മിസൈലുകൾ തടയാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമം ചിലയിടത്ത് പരാജയപ്പെട്ടു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:25. രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതിനാലാണ് ഇറാനെതിരായ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. വിവിധ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചു. വ്യോമാതിർത്തികൾ അടച്ചു. ഇസ്രായേൽ, UAE-യിലെ ദുബായ്, അബുദാബി, ജോർദനിലെ അമ്മാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും മാർച്ച് 7 വരെ നിർത്തിവെച്ചതായി വിസ് എയർ. കൂടാതെ ദുബായ്, ടെല്ലവീവ്, ലെബനനിലെ ബെയ്റൂട്ട്, ഒമാനിലെ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ളതും തിരിച്ചുമുള്ള സർവീസുകൾ ഞായറാഴ്ച വരെ നിർത്തിവെച്ച് ലുഫ്താൻസ എയർലൈൻസ്. ടെല്ലവീവിലേക്കുള്ള വിവിധ വിമാനങ്ങൾ റദ്ദാക്കിയതായി അറിയിപ്പ്. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ഒമാൻ എയർ നിർത്തിവെക്കുന്നു. ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള എല്ലാ വിമാന സർവീസുകളും റഷ്യ നിർത്തിവെച്ചു. ഇറാനിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കുവൈറ്റ് നിർത്തിവെച്ചു. ഇറാഖ് എല്ലാ ആഭ്യന്തര വിമാന സർവീസുകളും റദ്ദാക്കി. വ്യോമാതിർത്തി അടച്ചു. സമയം വൈകിട്ട് 3:02. ഖത്തറിന് മുകളിലൂടെ പറന്ന ഇറാനിയൻ മിസൈൽ തകർത്ത് പാട്രിയറ്റ് പ്രതിരോധ സംവിധാനം. ഇറാനിയൻ മിസൈൽ തകർത്തുവെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. വൈകിട്ട് 3:04. ബഹ്റൈനിൽ സ്ഫോടനങ്ങൾ. ബഹ്റൈനിലെ ജുഫൈർ പ്രദേശത്ത് നിന്ന് പുക ഉയരുന്നതായി റോയിട്ടേഴ്സ്. സമയം വൈകിട്ട് 3:16. US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടന്നതായി ബഹ്റൈന്റെ സ്ഥിരീകരണം. സമയം വൈകിട്ട് 3:17. കുവൈറ്റിൽ സ്ഫോടന ശബ്ദം. സൈറണുകൾ മുഴങ്ങി. സമയം 3:18. UAE തലസ്ഥാനമായ അബുദാബിയിൽ വലിയ സ്ഫോടനമുണ്ടായതായി റോയിട്ടേഴ്സ്. വൈകിട്ട് 3:23 ഖത്തർ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങൾ വ്യോമാതിർത്തി അടച്ചു. സമയം വൈകിട്ട് 3:39. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സ്ഫോടനം. ഇറാന്റെ മിസൈലുകൾ തകർത്തതായി ഖത്തർ. സമയം വൈകിട്ട് 3:51. സൗദി അറേബ്യയിലെ റിയാദിൽ സ്ഫോടനമെന്ന് പ്രാദേശിക അറബ് മാധ്യമങ്ങൾ. ഇത്രയുമാണ് ഇന്ന് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.